CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണിയുടെ കൺവീനറുമായ പി ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് കേരള രാഷ്ട്രീയത്തിലെ ചൂടൻ ചർച്ചാ വിഷയം. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കത്തിപ്പടരുന്നത്. ഇത് ഇടതുമുന്നണിയെ നല്ല രീതിയിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. അത് വല്ലാത്ത അസ്വസ്ഥതയാണ് മുന്നണിയിൽ ഉളവാക്കിയത്. അതേസമയം പിയുടെ ഈ നടപടി വലതുഭാഗത്തിന് ആഘോഷിക്കാനുള്ള ഒരു കാരണവുമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്, മുഖ്യമന്ത്രി അറിയാതെ ജയരാജൻ BJPയുമായി ചർച്ച നടത്തില്ല എന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാനും ജാവദേക്കറെ കണ്ടിരുന്നു. പിന്നീടാണ് അത് ജാവദേക്കർ ആണെന്ന് മനസ്സിലായതെന്നാണ് ഗോവിന്ദൻ മാഷ് ഇതിനോട് പ്രതികരിച്ചത്. പി ജയരാജന്റെ കൂടിക്കാഴ്ചയിൽ കടുത്ത അതൃപ്തി CPI പ്രകടിപ്പിച്ചു. ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന നിലപാടിലാണ് CBI ഇപ്പോൾ ഉള്ളത്. ഇതര പാർട്ടിക്കാരെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്ന ആളായ ജാവദേക്കറെ ജയരാജൻ നേരിൽ പോയി കണ്ടത് തെറ്റാണ്. അതും വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് ജയരാജൻ അത് തുറന്നു പ്രസ്താവിച്ചത്. ഈ നടപടി ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും CPI ചൂണ്ടിക്കാട്ടി. അതേസമയം ജാവദേക്കർ തന്നെ സന്ദർശിക്കാൻ ഫ്ളാറ്റിൽ വന്നു. പക്ഷേ ഇത് സൗഹൃദ സംഭാഷണം ആയിരുന്നു. ചായ കുടിക്കാനാണ് അദ്ദേഹം തന്റെ ഫ്ളാറ്റിൽ വന്നതെന്നാണ് പിയുടെ പ്രസ്താവന. പിയുടെ ഫ്ളാറ്റിൽ എന്താ ചായക്കട ഉണ്ടോ എന്ന് ആരോപിച്ചുകൊണ്ടാണ് K സുധാകരൻ രംഗത്തെത്തിയത്. ഇടതു വലതു മുന്നണികളിലെ പ്രവർത്തകർ ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തെത്തുന്നുണ്ട്. തനിക്കെതിരെയുള്ള ആക്രമണം ആസൂത്രിതമാണ്, ഇതിന് പിന്നിൽ എന്തോ ഒരു പദ്ധതി ഉണ്ട്, അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തനിക്കെതിരായ ആരോപണങ്ങൾ എന്നാണ് ജയരാജൻ അവസാനമായി പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് തലേന്ന് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ UDFനും ചില മാധ്യമങ്ങളും ചേർന്ന് തയ്യാറാക്കിയതാണെന്നും UDFനെതിരെ ജയരാജൻ ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല ചർച്ചയാകേണ്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കേരളവും വിധിയെഴുതി. അതിനു പുറകെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തു വന്നു. വലിയ രീതിയിൽ, അതായത് 2019 അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ നല്ല അന്തരമുണ്ട്. ചർച്ചയാക്കപ്പെടേണ്ടതും പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതും ആയ നിരവധി വിഷയങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുക എന്നതിനെക്കുറിച്ചും കാര്യമായ ചർച്ചകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. പകരം പിയാണ് ചർച്ചാ വിഷയം. പല കാരണത്താൽ നിരവധി വോട്ടർമാർ വോട്ടുകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന് പറയപ്പെടുന്ന കാരണങ്ങളും പലതാണ്. ഒന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വോട്ടർമാരുടെ വിശ്വാസ്യതക്കുറവ്. കാലാവസ്ഥ, അതായത് കൊടും ചൂട് വോട്ടർമാരെ വലച്ചു. വോട്ടിംഗ് മെഷീനിലെ തകരാറ്, യുവ വോട്ടർമാരുടെ കുറവ്, വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. മാത്രമല്ല, വോട്ടിംഗ് ദിവസം 9 പേരാണ് മരണപ്പെട്ടത്. വോട്ട് ചെയ്യാൻ മണിക്കൂറുകളോളം വരിയിൽ നിന്ന് തളർന്ന് കുഴഞ്ഞു വീണ് മരിച്ചവരാണ് ഈ 9 പേരും. എന്നാൽ അതൊരു സ്വാഭാവികമായ മരണം പോലെ അധികം ചർച്ചയാക്കപ്പെട്ടില്ല. രാജ്യത്തെ ഒരു പൗരന്റെ അവകാശമായ വോട്ട് അത് രേഖപ്പെടുത്താൻ എത്തി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത ഒട്ടും സുഖകരമല്ല, തീർത്തും അപലപനീയമാണ്. ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് നിരന്തരമായി തുടരുന്നു എന്നത് ആരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്ര വോട്ടർമാർ വീതം മരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഓരോ പൗരനെയുമാണ്. ഒരു വരിയിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് കൊടും ചൂടും തളർച്ചയും അനുഭവപ്പെട്ട് നിൽക്കുന്ന വരിയിൽ നിന്നും ഒരു ചുവട് പോലും അനങ്ങാതെ ജനങ്ങൾ വീർപ്പുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇലക്ട്രോണിക് മെഷീനിലെ തകരാറ് സംഭവിച്ചാൽ നന്നാക്കാൻ അറിയുന്ന വിദഗ്ധരുടെ അഭാവവും കാരണം രാത്രി ഏറെ വൈകിയും പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നു. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഇത് ആവർത്തിക്കാതെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കൊടും ചൂട് ജനങ്ങളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും കണ്ട യുവ വോട്ടർമാരുടെ അഭാവം, അത് മുന്നണികളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നുള്ള ഘടകങ്ങളും പരിശോധനാ വിധേയമാണ്. എല്ലാ മുന്നണികളും വമ്പൻ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കാഴ്ചവെച്ചത്. എന്നാൽ വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ കഴിയാത്ത വിധമുള്ള സംഘടനാ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും ഇത്ര വോട്ടർമാർ, ഇത്ര യുവാക്കൾ, മരണപ്പെട്ടത് ഇത്ര പേർ, മരണപ്പെട്ടവരുടെ രേഖകൾ പഞ്ചായത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാൽ കള്ളവോട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ വേണ്ട നടപടികൾ എടുക്കാനുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയെ പറ്റി മാത്രം ചർച്ച ചെയ്താൽ ജനങ്ങൾക്ക് എന്താണ്
ലഭിക്കുന്നത്. ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് അരുതാത്തത് എന്തോ നടന്നിരിക്കുന്നു എന്ന പ്രതീതിയുണ്ടാക്കി. പാപിയോട് ചേർന്നാൽ ശിവനും പാപിയായി തീരുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇതിനു പുറമെ ഇ പി ജയരാജനുമായി മാത്രമല്ല കേരളത്തിലെ നിരവധി കോൺഗ്രസ്, CPM, CPI നേതാക്കളുമായും ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നും ജാവദേക്കർ ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ജയരാജനെ കണ്ടതിൽ തീരെ അസ്വസ്ഥൻ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുതിയ തുറന്നുപറച്ചിലുമായി പുതിയൊരു ചർച്ചയ്ക്ക് ജാവദേക്കർ വഴിയൊരുക്കിയത്. എന്തായാലും ഇനി പുതിയൊരു വിവാദം കേരളത്തിൽ ഉടലെടുക്കുന്നതുവരെ വാർത്തകൾ EP യെ ചുറ്റിപ്പറ്റി മാത്രമുള്ളതാകും.